നമസ്തേ, ഞാൻ സുബീഷ്. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങൾക്ക് ബാങ്ക് എന്ന പേരിലോ ബാങ്ക് എന്ന ബോർഡ് വെച്ചോ പ്രവർത്തിക്കാൻ അധികാരമില്ല. അപ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ പണം നിക്ഷേപിക്കുമ്പോൾ അവർക്ക് രാജ്യത്തെ ബാങ്കിംഗ് റെഗുലേഷൻ നിയമപ്രകാരമുള്ള അംഗീകാരമുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് RBI നിക്ഷേപകരോട് പറഞ്ഞു. അംഗീകാരമില്ലാത്ത സ്ഥാപനം പൂട്ടിപ്പോയാൽ നഷ്ടപരിഹാരം ലഭിക്കാൻ വലിയ ബുദ്ധിമുട്ടാകും. കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും ഇപ്രകാരം പ്രവർത്തിക്കുന്ന എത്രയോ സ്ഥാപനങ്ങളിൽ തട്ടിപ്പ് നടന്നു. കേരളത്തിൽ CPM നിയന്ത്രിക്കുന്ന സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകൾ എത്രയോ പുറത്തു വന്നു. സമീപകാല യാഥാർത്ഥ്യം ഇതാണെന്നിരിക്കെ നിക്ഷേപകരുടെ സുരക്ഷ മുൻനിർത്തി RBI ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് തെറ്റോ? കേരളത്തെ മാത്രം ലക്ഷ്യം വെച്ചല്ല RBI നിർദ്ദേശം. BJPയും സഹകാർ ഭാരതിയുമൊക്കെ പ്രധാനപ്പെട്ട ചുമതല നിർവഹിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലും ഈ നിർദ്ദേശങ്ങൾ ബാധകമാണ്. അപ്പോൾ പിന്നെ അവർക്കില്ലാത്ത എതിർപ്പും പ്രതിഷേധവും ഇവിടെ എന്തിനും? ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. സഹകരണത്തിൽ നിസ്സഹകരണമാർക്ക് RBIയെ എതിർക്കേണ്ടതുണ്ടോ? കേരളത്തിൻ്റെ പ്രതിഷേധം എന്തിന്? BJPയിൽ നിന്ന് ശ്രീ NK ശശികുമാർ, CPMൽ നിന്ന് ശ്രീ MM മോനായി, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് RV രാജേഷ്, ഒപ്പം സഹകാർ ഭാരതിയുടെ പ്രതിനിധി ശ്രീ കൈലാസ് മണി എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ ആദ്യം ശ്രീ MM മോനായിലേക്ക് പോവുകയാണ്. ശ്രീ MM മോനായി, ചില വകുപ്പുകൾ വ്യാഖ്യാനിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനും പിൻവാതിലിലൂടെ സഹകരണ സംഘങ്ങളിൽ ഇടപെടൽ നടത്താനുമാണ് കേന്ദ്രശ്രമം. പൊതുജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. സുപ്രീം കോടതിയെ സമീപിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിക്കുന്നുണ്ട്. വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയതിന് പിന്നാലെ അതേ കാര്യങ്ങൾ ഉൾപ്പെടുത്തി റിസർവ് ബാങ്ക് പത്രപരസ്യവും നൽകിയിരുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്നതും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതുമായ കാര്യങ്ങൾ തന്നെയാണ് അതിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സഹകരണ മേഖലയ്ക്കെതിരായ ഏത് കയ്യേറ്റത്തെയും നേരിടാൻ കേരളമെന്നും മാതൃകയായിട്ടുണ്ട്. പ്രതിരോധത്തിലൂടെ ഇതിനു മുൻപും ജനവിരുദ്ധ നയങ്ങളെ അതിജീവിച്ചിട്ടുണ്ട്, ഇനിയും അതിജീവിക്കും. ഇത് ദേശാഭിമാനിയിൽ സഹകരണ മന്ത്രി VN വാസവൻ എഴുതിയ ലേഖനത്തിലെ ചില പരാമർശങ്ങൾ മാത്രമാണ്. എൻ്റെ ചോദ്യം, ഈ RBIയുടെ പത്രപരസ്യം അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ, അതിൽ പൊതുജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്ന എന്താണുള്ളത്? പൊതുജനങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് തങ്ങളുടെ നിക്ഷേപം നഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. ആ ആശങ്ക ഇല്ലാതാക്കാനുള്ള ഒരു കരുതൽ ആയിട്ടല്ലേ ഈ RBIയുടെ പരസ്യത്തെ നാം കാണേണ്ടത്? ഏത് കയ്യേറ്റത്തെയും നേരിടാൻ കേരളം എന്നും മാതൃകയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സഹകരണ മേഖല കയ്യേറാനുള്ള എന്ത് നീക്കമാണ് ഈ RBIയുടെ പത്രപരസ്യത്തിലോ നിർദ്ദേശത്തിലോ ഇടതുപക്ഷം കണ്ടിട്ടുള്ളത്? ഇപ്രകാരം ഈ മന്ത്രി ആഹ്വാനം ചെയ്തതുപോലുള്ള ഒരു കൂട്ടായ പ്രതിരോധം ഉയർന്നു വരത്തക്ക രീതിയിലുള്ള എന്ത് സാഹചര്യമാണ് RBI ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്? കൂട്ടായ ഒരു പ്രതിരോധം ആവശ്യമാണ്. കാരണം RBIനെ ആരും എതിർക്കുന്നില്ല. കാരണം RBI നമ്മുടെ രാജ്യത്തിലെ ഒരു ഫിനാൻഷ്യൽ റെഗുലേഷന് ഇന്ത്യയില് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഏജൻസിയാണ്. പക്ഷേ RBIയുടെ ആ സർക്കുലറും അതിനെ തുടർന്നുള്ള പത്രപരസ്യവും അനാവശ്യവും അനവസരത്തിലുമായി. കാരണം ബാങ്കിങ്ങിനെ സംബന്ധിച്ച് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പറഞ്ഞതാണ് 5B പറയുന്നത്, ബാങ്കിങ് റെഗുലേഷൻ ആക്ടില് ബാങ്കിങ് എന്ന് പറയുന്നത് ഡിപ്പോസിറ്റ് പബ്ലിക്കിൽ നിന്ന് മേടിക്കാൻ പാടില്ല. 2, അങ്ങനെ ഇത് ചെക്കുകളിലെയോ ഡിമാൻഡ് ഡ്രാഫ്റ്റിലൂടെ കൊടുക്കാൻ പാടില്ല. ഇവിടുത്തെ കേരളത്തിലെ സഹകരണ സംഘം പബ്ലിക്കിൽ നിന്നല്ല ഡിപ്പോസിറ്റ് മേടിക്കുന്നത്. കേരളത്തിലെ സഹകരണ സംഘം അവരുടെ അംഗങ്ങളിൽ നിന്നാണ് നിക്ഷേപം മേടിക്കുന്നത്. പിന്നെ വേറൊരു പ്രശ്നം, ഈ കേരളത്തിലെ സഹകരണ സംഘവും ഇന്ത്യയിലെ സഹകരണ സംഘവും രാഷ്ട്രീയമായ ചേരികളൊക്കെ എല്ലായിടത്തും ഉണ്ടായിരിക്കും. പക്ഷേ ഇത് എത്രയോ വർഷം, 1904 തൊട്ടാണ് ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനം ഉണ്ടാവുന്നത്. 1912 സഹകരണ നിയമത്തെ തുടർന്ന് കേരളത്തിൽ നിരവധി സംഘങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യമല്ല ഈ സംഘങ്ങളുടെ പേര് സഹകരണ സംഘം എന്നായിരുന്നു. പിന്നീട് ഈ സഹകരണ ബാങ്ക്, ഇപ്പൊ പ്രധാനമായിട്ടുള്ള പ്രശ്നം ഒരു ബാങ്ക് എന്ന് പറയുന്ന പേര് ഉപയോഗിക്കുന്നതാണോ പ്രശ്നം?
ഒരു ബാങ്ക് എന്നുള്ള പേര് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രാഥമിക സംഘവും ബാങ്കിങ്ങിന്റെ ഒരു പ്രവർത്തനം നടത്തുന്നില്ല. പ്രാഥമിക സംഘത്തിന് RTGS സാധ്യമാകുമോ? പ്രാഥമിക സംഘത്തിൽ ചെന്ന് ഡിമാൻഡ് ഡ്രാഫ്റ്റ് തുടങ്ങാൻ സാധിക്കുമോ? പ്രാഥമിക സംഘത്തിൽ നിന്ന് ഇന്ന് ബാങ്ക് ചെയ്യുന്ന ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ് നടത്താൻ സാധിക്കുമോ? അപ്പൊ ബാങ്കിങ്ങിന്റെ യാതൊരു പ്രവർത്തനം നടത്തുന്നില്ല. അതുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആർക്കൊക്കെ ഡിപ്പോസിറ്റ് മേടിക്കാം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് എന്താ പറയുന്നത്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം മേടിക്കാം. അൺഇൻകോർപ്പറേറ്റഡ് ബോഡീസിന് മാത്രമേ ഡിപ്പോസിറ്റ് മേടിക്കാതിരിക്കാൻ പാടുള്ളൂ. അപ്പൊ അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. കാരണം കേരളത്തിൽ എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ കഴിഞ്ഞ 100 വർഷത്തിലേറെ പാരമ്പര്യമുള്ളതായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സഹകരണ മേഖല ഒരു ദിവസം കൊണ്ട് ഈ നിക്ഷേപങ്ങൾ ഉണ്ടായതല്ല. എനിക്കറിയാം, ഞാൻ 30-31 വർഷമായിട്ട് ഒരു പ്രാഥമിക ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ ഇല്ല. പക്ഷെ അന്ന് ഡിപ്പോസിറ്റ് കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ബാങ്ക് എന്നുള്ള പേര് എഴുതിക്കൊണ്ട് ഡിപ്പോസിറ്റ് വരുന്നതല്ല. ആ സംഘങ്ങളിൽ നിക്ഷേപിക്കാൻ ആളുകൾ മടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ നിക്ഷേപത്തിന് സുരക്ഷിതത്വം ഉണ്ടാകുമോ എന്ന് പറഞ്ഞിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് സഹകരണ മേഖലയുടെ വിശ്വാസത കൊണ്ട് അതിലെ അംഗങ്ങളുടെ നിക്ഷേപമാണ്. ഇപ്പൊ നിങ്ങൾ കേരളത്തിലെ നിക്ഷേപത്തിന് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിന്റെ ബഹുഭൂരിപക്ഷം നിക്ഷേപങ്ങളും കേരളത്തിന്റെ കമേഴ്സ്യൽ ബാങ്കുകളിലല്ലേ? അല്ല, ശ്രീ MM മോനായി, ഇവിടെ ഉയർന്നിട്ടുള്ളൊരു സംശയം, ഇപ്പോൾ ഈ പ്രാദേശിക സർവീസ് സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രേഷൻ നിർവഹിക്കുന്ന സംസ്ഥാന സർക്കാരാണ്, സഹകരണ രജിസ്ട്രാർ ആണ്. നിലവിലെ നിയമപ്രകാരം ഈ സംഘങ്ങൾ പേരിനൊപ്പം ബാങ്ക് എന്ന് പ്രയോഗിക്കരുത്. 2020 നിയമ ഭേദഗതിയിൽ കേന്ദ്രം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സംസ്ഥാന സഹകരണ രജിസ്ട്രാർ ഇവർക്ക് നൽകിയിട്ടുള്ളത് സൊസൈറ്റി എന്ന നിലയ്ക്കുള്ള രജിസ്ട്രേഷൻ ആണല്ലോ. അപ്പോൾ ഇവർക്ക് സൊസൈറ്റി എന്നോ സംഘമെന്നോ ഉപയോഗിക്കാം. പിന്നെ A ക്ലാസ് സംഘങ്ങളിൽ നിന്ന് മാത്രമേ നിക്ഷേപം സ്വീകരിക്കാവൂ. അപ്പോൾ അതിലൊന്നും മറിച്ചൊരു നിർദ്ദേശം ഇപ്പോൾ പുതിയതായി RBI പുറപ്പെടുവിച്ചിട്ടില്ല. മാത്രമല്ല, ഈ ഇൻഷുറൻസ് പരിരക്ഷ അത് സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കില്ല, ബാങ്കുകൾക്ക് മാത്രമാണ്. അതും നമുക്കറിയാം. അപ്പോൾ ഇതിൽ എതിർക്കപ്പെടേണ്ടതായ എന്താണുള്ളത്? അതാണ് സംശയം. പറയാൻ അവസരം എന്താ പറയാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞ ശേഷം ക്ലാരിറ്റി. അതായത് ബാങ്ക് റെഗുലേഷൻ ആക്ട് സെക്ഷൻ 3 പറയുന്നത് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നാണ് നമ്മുടെ ഇവിടുത്തെ ഈ പ്രാഥമിക സർവീസ് സഹകരണ ബാങ്ക് എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ സർവീസ് സഹകരണ ബാങ്കിനെ ബാങ്ക് റെഗുലേഷൻ ആക്ട് സെക്ഷൻ 3 പ്രകാരം വിവരിക്കുന്നതാണ്. ഈ ബാങ്ക് റെഗുലേഷൻ ആക്ടിൽ നിന്ന് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഒഴിവാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഇപ്പോഴത്തെ ഭേദഗതിയിൽ റിസർവ് ബാങ്ക് വെച്ചു. എന്താണ്? അവര് ഈ ബാങ്ക് റെഗുലേഷൻ ആക്ടിൽ നിന്ന് ഒഴിവാണ്. പക്ഷെ അവരുടെ പേരിനോടൊപ്പം ബാങ്ക് എന്ന് ചേർക്കാൻ പാടില്ല. 2, അവര് ചെക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഒരു പ്രാഥമിക സംഘവും ഇപ്പൊ ചെക്ക് ഉപയോഗിക്കുന്നില്ല. 2, ബാങ്ക് എന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് ഭരണഘടനയുടെ 246 ആർട്ടിക്കിൾ പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും ഉണ്ട്. 97ാമത് ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് എല്ലാം പാസ്സാക്കിയിട്ട് സുപ്രീം കോടതി എന്താ പറഞ്ഞത്? അത് സംസ്ഥാന വിഷയമാണ്. അപ്പൊ സെക്ഷൻ കേരള സഹകരണ നിയമം 2(OA) പ്രകാരം എ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് മീൻസ് എ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോ സംസ്ഥാനത്തിന്റെ ഭരണഘടന നൽകുന്ന അധികാരം ഉപയോഗിച്ച് സംസ്ഥാനം പറയുന്നു ഒരു പ്രൈമറി അഗ്രികൾച്ചർ സൊസൈറ്റിക്ക് ബാങ്ക് എന്ന് ഉപയോഗിക്കാം. ഇനി അതങ്ങനെ മാറ്റണമെങ്കിൽ ഒരു ചർച്ച നടത്തി. കാരണം ഈ മേഖലയിൽ എത്രയോ വർഷമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. 1675 പ്രാഥമിക സംഘങ്ങളുണ്ട്. ഇപ്പൊ റിസർവ് ബാങ്കിന്റെ കീഴിൽ തന്നെയാണല്ലോ കേരള ബാങ്ക് പ്രവർത്തിക്കുന്നത്. എത്രയോ അർബൻ ബാങ്ക് പ്രവർത്തിക്കുന്നു. റിസർവ് ബാങ്കിന്റെ എല്ലാ സർക്കുലറുകളും അനുസരിച്ച് തന്നെ അവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവിടെ വിഷയം അതല്ല. റിസർവ് ബാങ്കിനോട് ഒരു യുദ്ധപ്രഖ്യാപനമല്ല. ഇവിടുത്തെ കേരളത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ പ്രാഥമിക സംഘങ്ങൾ ഇന്ത്യയിൽ നേരിടുന്ന അവസ്ഥ ഞാൻ ചോദിക്കട്ടെ. ഇന്ത്യയിലെ നമ്മൾക്ക് ഇപ്പോഴും ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നടപ്പിലായോ? കേരളത്തിൽ എന്താ സഹകരണ പ്രസ്ഥാനത്ത് ഇത്ര ശക്തിയായിട്ട് നിൽക്കുന്നത്? നമ്മുടെ ഏത് സാഹചര്യത്തിലും ഇപ്പൊ സാധാരണ ഒരാൾക്ക് ഒരു കമേഴ്സ്യൽ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വായ്പ കിട്ടുമോ? അവിടെ സിബിൽ റേറ്റിംഗ് ആണ്. സിബിൽ റേറ്റിംഗ് നിങ്ങളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് നോക്കിയിട്ടാണ് വായ്പ. പക്ഷേ ശ്രീ MM മോന, ഈ സഹകരണ സംഘങ്ങൾക്ക് കരുത്തുള്ള ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന കഥകൾ എന്താണ്? എല്ലായിടത്തും ക്രമക്കേടുകളുടെയും തട്ടിപ്പിന്റെയും കേസുകൾ മാത്രമാണ് പുറത്തു വരുന്നത്. അതൊക്കെ കാണാതെയല്ലോ. ഇതെല്ലാം സുതാര്യമായ രീതിയിലാണോ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്? അല്ല, പറയട്ടെ, നമ്മുടെ സമൂഹത്തില് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ എത്രയോ പേര് പോലീസ് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യരൊക്കെ അങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറ്റുമോ? എത്രയോ ആളുകൾ പല കേസുകളിലും പെടുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ആളുകളെല്ലാം അങ്ങനെയാണെന്ന് പറയാൻ പറ്റും.
ഏത് മനുഷ്യ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളിൽ ചില പുഴുത്തുകളും മറ്റും ഉണ്ടാവും. പിന്നെ പറഞ്ഞു ഇപ്പൊ ഡിപ്പോസിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, ഇപ്പൊ യെസ് ബാങ്കിന് എന്ത് പറ്റി? റിസർവ് ബാങ്കിന്റെ നേരിട്ടുള്ള ബാങ്ക് ആയിരുന്നല്ലോ. 5 ലക്ഷം രൂപ എന്റെ കയ്യിൽ 1 ലക്ഷം. ഇപ്പൊ എന്താ, ഡിപ്പോസിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ നേരത്തെ 1 ലക്ഷം ആയിരുന്നു, ഇപ്പൊ 5 ലക്ഷം ആക്കി. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് 1 കോടി രൂപ നിക്ഷേപം ഒരു കമേഴ്ഷ്യൽ ബാങ്കിലുണ്ട്, എനിക്ക് 5 ലക്ഷം കിട്ടിയാൽ മതിയോ? അപ്പൊ ഇത് ഡിപ്പോസിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്ന് കഴിഞ്ഞാൽ കമേഴ്ഷ്യൽ ബാങ്കിന് അല്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ കീഴിൽ വരുന്ന, ബാങ്ക് റെഗുലേഷന്റെ ആക്ടിന്റെ കീഴിൽ വരുന്ന എൻറ്റിറ്റികൾക്ക് ഉള്ള ഒരു പ്രൊട്ടക്ഷനാണ്. പ്രൈമറി കോർപ്പറേറ്റീവ് സൊസൈറ്റീസിന് വേറെ ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഉണ്ട്, സംസ്ഥാന ഗവൺമെന്റിന്റെ ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഉണ്ട്. അപ്പൊ ഇതൊന്നും ഇഷ്യൂ. ഞാൻ പറഞ്ഞാല് വർഷങ്ങളായി 100 വർഷത്തിലേറെ പാരമ്പര്യമുള്ള കേരളത്തിലെ വിശ്വാസമുള്ള സാധാരണക്കാരുടെ ഇതിനെ സഹായിക്കുന്ന ഒരു സഹകരണ മേഖലയെ എന്തിന് ഇപ്പൊ റിസർവ് ബാങ്ക് സർക്കുലർ പുറപ്പെടുവിച്ചുകൊണ്ട് ആരെങ്കിലും നിക്ഷേപിക്കാതിരിക്കും? ഇപ്പൊ നിങ്ങൾ പറഞ്ഞാൽ ഇപ്പൊ നോട്ട് നിരോധന സമയത്ത് ഞാൻ തന്നെ കുറെ ചർച്ചയിൽ പങ്കെടുത്തല്ലോ. എന്താ പറഞ്ഞു, എല്ലാം സഹകരണ സംഘത്തിൽ കള്ളപ്പണമാണെന്ന് പറഞ്ഞു. സഹകരണ സംഘത്തിലെ നിക്ഷേപങ്ങളൊക്കെ ഒലിച്ചു പോയോ? ഒന്നും പോകാൻ പോകുന്നില്ല. ഇതൊക്കെ അറിഞ്ഞാൽ ഇത് ജനങ്ങളുടെ വിശ്വാസത്തിലാണ്. ഇപ്പോ കർഷകരുടെ സമരം ഉണ്ടായി, എത്ര നിയമവാസ. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ NK ശശികുമാർ, കാലങ്ങളായി കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ. ആ മേഖലയെ തകർക്കാൻ തന്നെയാണ് ഈ നീക്കങ്ങൾ. അതിനെതിരെ കൂട്ടായ പ്രതിരോധം ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാദം. ശ്രീ MM മോനായി അപ്രകാരം പറയുന്നു. എന്താണ് മറുപടി? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മുന്നണികൾക്കും കൂട്ടായ പ്രതിരോധം തീർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം കേരളത്തിലെ സഹകരണ സംഘങ്ങളിൽ ഈ രണ്ട് മുന്നണികളും ആണ് മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇത്രയും കാലം. അതിൻ്റെ ഒരു വലിയ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ നിക്ഷേപിക്കപ്പെടുന്ന പണം മുഴുവൻ കള്ളപ്പണത്തിൻ്റെ സ്രോതസ്സുകളാണ് ഈ സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നത്. അതിന് ഒരു പ്രത്യേക സംവിധാനം തന്നെ സഹകരണ സംഘങ്ങളിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 1904 സഹകരണ സംഘങ്ങളുടെ നിയമങ്ങൾക്ക് അനുസരിച്ച് അല്ല അവർ പ്രവർത്തിക്കുന്നത്. കാരണം ഈ സഹകരണ സംഘങ്ങളെല്ലാം അഗ്രികൾച്ചർ സഹകരണ സംഘങ്ങളായിരുന്നു. പിന്നീട് ഇവരെ ബാങ്കിങ് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഇതിൽ അംഗങ്ങളെ ചേർക്കുന്നതിന് പല തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. അസോസിയേറ്റ് അംഗങ്ങൾ, നോമിനൽ അംഗങ്ങൾ, വോട്ടവകാശമുള്ള അംഗങ്ങൾ, അങ്ങനെ 3 തരത്തിലായി സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളെ ചേർക്കുന്ന നടപടികൾ ആരംഭിച്ചു. ഈ നോമിനൽ അംഗങ്ങളും അസോസിയേറ്റ് അംഗങ്ങളും എന്ന് പറയുന്നത് നമുക്ക് ആർക്കും അവരെക്കുറിച്ച് അറിയുവാനോ അല്ലെങ്കിൽ RBIയുടെ നിയമപ്രകാരം KYCയിൽ ഉൾപ്പെടുത്തുവാനോ അവർ തയ്യാറായിട്ടില്ല. ഈ നോമിനൽ അംഗങ്ങൾക്കും അസോസിയേറ്റ് അംഗങ്ങൾക്കും എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഈ സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കാം. അങ്ങനെ വരുന്നത് കൊണ്ട് ഈ പണത്തിൻ്റെ സ്രോതസ്, ഉറവിടം, അതിൻ്റെ ടാക്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ അവ്യക്തത നിലനിൽക്കുന്നത് കൊണ്ട് സഹകരണ സംഘങ്ങൾ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും കള്ളപ്പണം നിക്ഷേപിക്കുവാനുള്ള വലിയ മേഖലയാക്കി ഇവർ മാറ്റിയിരുന്നു. അതുകൊണ്ടാണ് ഈ 2020 RBI ആക്ട് പറയുന്നത് ഈ നോമിനൽ അംഗങ്ങളും അസോസിയേറ്റ് അംഗങ്ങളും ഇനി പാടില്ല. ആ സഹകരണ സംഘത്തിൽ ഉള്ള അംഗങ്ങൾ, വോട്ടവകാശമുള്ള അംഗങ്ങൾക്ക് മാത്രമേ നിക്ഷേപം പാടുള്ളൂ എന്ന് വളരെ വ്യക്തമായി പറയുന്നതിൻ്റെ പിന്നിൽ ഈ കള്ളപ്പണത്തിൻ്റെ നിക്ഷേപത്തെ ഇല്ലാതെയാക്കുവാൻ വേണ്ടിയാണ്. കാരണം ഈ കള്ളപ്പണ നിക്ഷേപം കൊണ്ട് നമുക്കറിയാം കേരളത്തിൽ എത്ര സഹകരണ ബാങ്കുകളാണ് പൂട്ടപ്പെട്ടത്, എത്ര സഹകരണ ബാങ്കുകളാണ് കോടിക്കണക്കിന് രൂപയുടെ കൊള്ള നടന്നത്. പക്ഷെ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് എന്നാണ് ശ്രീ MM മോനായുടെ വാദം. ശ്രീ NK ശശികുമാർ, അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണെന്ന് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഒറ്റപ്പെട്ട സംഭവമല്ല, എത്രയെത്ര ഉദാഹരണങ്ങൾ. സഹകരണ വകുപ്പ് മന്ത്രി സഖാവ് VN വാസവൻ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള 96 ഇളംകുളം ബാങ്ക് കേസിൽ പോലും എന്താണ് സംഭവിച്ചത്? അന്ന് 96 18 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത്. അതുപോലെ തൃശ്ശൂരിലെ സഹകരണ ബാങ്ക്, കേരളത്തിലെ 100 കണക്കിന് സഹകരണ ബാങ്കുകളിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു. ആരാണ് ഇതിന് ഗ്യാരണ്ടി നൽകുന്നത്? ഡെപ്പോസിറ്റേഴ്സിന്. അവിടെയാണ് പ്രധാന പ്രശ്നം RBI ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഡെപ്പോസിറ്റേഴ്സിന് അവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുവാൻ ഈ ബാങ്കുകൾക്കാവില്ല.
അപ്പോൾ അവിടെ നിക്ഷേപിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ പണം എന്ന് പറയുന്നത് യാതൊരു സുരക്ഷിതത്വവുമില്ല. അത് മാത്രമല്ല, ഈ സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത് വലിയ കൊള്ള പലിശയ്ക്ക് അവർ പണം വായ്പ കൊടുക്കുകയാണ്. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഒരു സാധാരണക്കാരനെയും സംരക്ഷിക്കുവാൻ ഇന്ന് കേരളത്തിലെ സഹകരണ സംഘങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം 10% മുതൽ 18% വരെ പലിശ വാങ്ങിക്കുന്ന സഹകരണ സംഘങ്ങളാണ് കേരളത്തിലുള്ളത്. അത് എത്രമാത്രം സാധാരണക്കാരെ സഹായിച്ചു എന്നുള്ളത് നമ്മുടെ കേരളം ഇപ്പോൾ വിലയിരുത്തപ്പെടുകയാണ്. അവിടെയാണ് ഈ ബാങ്കിങ് മേഖലയിൽ RBI 1949 ആക്ട് പ്രകാരം ആ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളോ അതല്ലെങ്കിൽ അതുപോലെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കോ അല്ലാതെ ബാങ്കിങ് എന്ന് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെയും ഇവരെ ഇതിനുവേണ്ടി സുപ്രീം കോടതിയിലേക്ക് പോകുമെന്ന് പറയുന്നതും ഇതിനെ ഒരുമിച്ച് എതിർക്കണമെന്ന് പറയുന്നതിന്റെ പിന്നിൽ ഈ രണ്ട് മുന്നണികളെയും കള്ളപ്പണം സംരക്ഷിക്കുവാനുള്ളതാണ്. എന്താണ് ഈ കള്ളപ്പണം എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത്? അവിടെയാണ് നമ്മുടെ പ്രസക്തമായ ചോദ്യം. ഈ കള്ളപ്പണം എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിക്ഷേപിച്ച പണം മുഴുവൻ കള്ളപ്പണം ആണെന്നല്ല നമ്മൾ പറയുന്നത്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ നശിപ്പിക്കണം എന്നുള്ള യാതൊരു തരത്തിലുള്ള ചിന്തയും RBIക്കോ കേന്ദ്ര സർക്കാരിനോ ഇല്ല. മറിച്ച് ഇവർക്ക് ഈ കള്ളപ്പണം സംരക്ഷിക്കുവാനുള്ള ഏറ്റവും വലിയ മേഖലയാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തും സ്വത്തും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി ഒരു സംവിധാനം ഒരുക്കലാണ് ഈ സഹകരണ ബാങ്ക് എന്ന പേരിൽ കേരളത്തിൽ ആരംഭിച്ചത്. അതോടുകൂടി ഇത് നിക്ഷേപകരുടെ നിക്ഷേപം നഷ്ടപ്പെട്ടപ്പോൾ ആരാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്? നഷ്ടപ്പെട്ടവർക്ക് ഈ പൈസ തിരിച്ചു കൊടുക്കുവാൻ ഈ സഹകരണ ബാങ്കുകൾക്ക് ഇന്നും സാധിച്ചിട്ടില്ല. കരുവന്നൂർ ബാങ്കിലായാലും തൃശ്ശൂരിലായാലും പാലക്കാടിലായാലും കോട്ടയത്തായാലും എവിടെ നടന്ന ബാങ്ക് തിരിമറികളിലും ആരാണ് ഉദ്യോഗസ്ഥർ മാത്രമായി ചുരുക്കപ്പെടുന്നു, അവർ അതിൽ ബലിയാടുകളാകുന്നു. മറിച്ച് പാർട്ടി നേതാക്കന്മാർ സംരക്ഷിക്കപ്പെടുന്നു. കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും നേതാക്കന്മാർ ബാങ്കിന്റെ ഭരണസമിതി സംരക്ഷിക്കപ്പെടുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണ് കേരളത്തിലെ രണ്ട് മുന്നണികൾ. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കേരളം കണ്ടതും സംഭവിച്ചതും. ഞാൻ വരാം ശ്രീ NK ശശികുമാർ. അഡ്വക്കേറ്റ് RV രാജേഷ്, അപ്രകാരം കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം ഒഴുകിയിട്ടുണ്ടെങ്കിൽ സഹകരണ സ്ഥാപനങ്ങൾ അതിനുള്ള ഒരു സൗകര്യം കേരളത്തിൽ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കപ്പെടേണ്ടതാണ്. പക്ഷേ പലപ്പോഴും ഉദ്യോഗസ്ഥർ മാത്രമാണ് പ്രതികൾ, അതിന് മീതേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. അതിനാൽ തന്നെ അവിടെയൊക്കെ ഒരു സുതാര്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നതുകൂടി ലക്ഷ്യം വെച്ചാണ് ഈ നിർദ്ദേശങ്ങൾ എങ്കിൽ ഇവിടെ ഈ പറഞ്ഞതുപോലെ എന്ത് സുരക്ഷയാണ് നിക്ഷേപകർക്കുള്ളത്? ആ സുരക്ഷ ഉറപ്പാക്കപ്പെടണം. അതിന് ഇപ്പോൾ ഇവിടെ റിസർവ് ബാങ്ക് സംസ്ഥാന സർക്കാരിനോ സഹകരണ ബാങ്കുകൾക്കോ ഒരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല. നിക്ഷേപകരോടാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു കരുതൽ ഉറപ്പുവരുത്താൻ റിസർവ് ബാങ്ക് മുന്നോട്ട് വന്നെങ്കിൽ അതിനെ ഇങ്ങനെ കൂട്ടായി എതിർക്കേണ്ടതുണ്ടോ എന്നാണ് BJP ചോദിക്കുന്നത്. ശ്രീ NK ശശികുമാർ ചോദിക്കുന്നത് ഇന്ത്യയിലെ ബാങ്കുകളിൽ അല്ലെങ്കിൽ കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെല്ലാം കള്ളപ്പണം ഉണ്ട് എന്നുള്ളതാണ്. ഈ രാജ്യത്ത് നോട്ട് നിരോധനം നടപ്പിലാക്കിയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അന്ന് BJP ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നോട്ട് നിരോധനത്തിനോടുകൂടി ഈ രാജ്യത്തെ മുഴുവൻ കള്ളപ്പണവും ഇല്ലാതാകും, ഈ രാജ്യത്തേക്കുള്ള കള്ള നോട്ടുകളുടെ വരവ് തടയും, അതോടൊപ്പം തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയപ്പെടും, അതോടുകൂടി ഈ രാജ്യം സാമ്പത്തികമായി വലിയ പുരോഗതി കൈവരിക്കും. അതിനുവേണ്ടിയാണല്ലോ നോട്ട് നിരോധനം നടപ്പാക്കി. അപ്പോൾ നോട്ട് നിരോധനം പരാജയപ്പെട്ടു എന്നുള്ള ഒരു വലിയ കുറ്റസമ്മതമാണ് ഇവിടെ BJPയുടെ പ്രതിനിധി നടത്തിയിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഈ സഹകരണ ബാങ്കുകളിലേക്കുള്ള പണം മുഴുവൻ കള്ളപ്പണമാണ് എന്നുള്ളതാണോ BJPയുടെ വാദം? അപ്പോൾ ഈ സഹകരണ മേഖലയിൽ BJP സഹകരണ സംഘങ്ങൾ നടത്തുന്നില്ലേ? അവിടെ ഇത്തരം കള്ളപ്പണ ഇടപാടുകളാണോ നടക്കുന്നത്? ഇപ്പോൾ നോട്ട് നിരോധനത്തിലൂടെ ആ സമയത്ത് അമിത്ഷാ ചെയർമാനുള്ള ബാങ്ക് അന്ന് കോടിക്കണക്കിന് രൂപയുടെ നോട്ട് മാറിയെടുത്തതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടതായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് താങ്കൾ സംസാരിക്കുന്നത് എങ്കിൽ അതിന് ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഈ രാജ്യം എന്നുള്ളത് ഗ്രാമസ്വരാജ് എന്നുള്ളത് അടിസ്ഥാന തത്വമായി അതൊരു വികസന മന്ത്രമായി സ്വീകരിച്ചിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്ത് നമ്മൾ ഗ്രാമീണ സമ്പദ്ഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വികസനം എന്നുള്ളത്
അത് ഈ പ്രാഥമിക സഹകരണ സംഘങ്ങളിലൂടെയാണ് എന്നുള്ള വസ്തുത നമ്മൾ അംഗീകരിക്കാതെ കടന്നു പോകാൻ കഴിയില്ല. കേരളത്തിൽ നമ്മുടെ മാനവ വിഭവശേഷി വളർന്നത്, അതോടൊപ്പം തന്നെ സാമ്പത്തിക രംഗത്ത് ഒരു വലിയ ചലനമുണ്ടായത്, മാറ്റമുണ്ടായത് ഇപ്പോൾ മറ്റു അയൽ സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് സാമ്പത്തികമായി ആളോഹരി വരുമാനത്തിൽ കേരളം മുന്നിലോട്ട് വന്നത് നമ്മൾ ഉയർന്ന ബാങ്കിങ് സാന്ദ്രത കൊണ്ട് തന്നെയാണ്. അത് നാഷണലൈസ് ബാങ്കുകളുടെ ശാഖകൾ കൊണ്ട് അല്ലെങ്കിൽ നാഷണലൈസ് ബാങ്കുകളുടെ ഇടപാടുകൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുകയും ആ പ്രാഥമിക സഹകരണ സംഘങ്ങളിലൂടെ കർഷകർക്ക്, അതോടൊപ്പം തന്നെ സാധാരണക്കാരന്, അർദ്ധപട്ടണിക്കാരന് അവൻ്റെ നിക്ഷേപം സുരക്ഷിതമായി ആ ബാങ്കുകൾ നിക്ഷേപിക്കാനും അതോടൊപ്പം തന്നെ അവർക്ക് കാർഷിക ആവശ്യത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും വായ്പ എടുക്കാനും പറ്റിയുള്ള ഒരു സംവിധാനമായി തന്നെയാണ് കേരളത്തിൽ സഹകരണ മേഖല വളർന്നു വന്നത്. ആ മേഖലയുടെ വികാസവും പരിണാമവും അത് കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ വികാസവും പരിണാമവും തന്നെയാണ്. ഗ്രാമീണ സമ്പദ്ഘടന, അതോടൊപ്പം തന്നെ സാധാരണക്കാരൻ്റെ സാമ്പത്തിക നില ഉയർന്നത് അതിൽ സഹകരണ ബാങ്കുകൾക്കുള്ള പങ്ക് ചെറുതായി നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. ഇവിടെ ഇവിടെ ഉണ്ടായിരിക്കുന്ന കുറേ വിഷയങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരം സഹകരണ സംഘങ്ങളെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല ഏജൻസികളുടെയും പ്രവർത്തനം വന്നിട്ടുള്ളത്. ആ കാര്യത്തിൽ വ്യക്തമായി സുപ്രീം കോടതിയുടെ പല വിധികളും ഇതിനെതിരായിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആദായ നികുതി വകുപ്പ് കേരളത്തിലെ സഹകരണ സംഘങ്ങൾക്ക് നോട്ടീസ് കൊടുത്തിരുന്നു. ആ സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ആദായ നികുതി പരിധിയിൽ കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ പ്രാഥമിക അംഗങ്ങളല്ലാത്തവരുടെ നിക്ഷേപം സ്വീകരിക്കുന്നതും അവർക്കുള്ള വായ്പ കൊടുക്കുന്നതിനുമൊക്കെ ആദായ നികുതി വകുപ്പ് ഉണ്ടാക്കിയിട്ടുള്ള നിയന്ത്രണങ്ങൾ അത് സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് വരികയും ആ കേസിൽ വളരെ വ്യക്തമായൊരു വിധി ജസ്റ്റിസ് റോഹിംഗ്യൻ നരിമാനും അതോടൊപ്പം MK ജോസഫും ഒക്കെ അടങ്ങുന്ന ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു വിധി നമ്മൾ ആലോചിക്കേണ്ടത്. അതിൽ 80PC അനുസരിച്ചുള്ള എല്ലാ ആനുകൂല്യങ്ങളും ആദായ നികുതി വകുപ്പ് നൽകുന്ന ആനുകൂല്യങ്ങൾ അതിന് ബാങ്കിലെ എല്ലാ അംഗങ്ങൾക്കും അർഹതയുണ്ട് എന്നുള്ള വളരെ സുവ്യക്തമായ, അത് കേരളത്തിലെ സഹകരണ നിയമം ഉദ്ധരിച്ചുകൊണ്ട് ആ സഹകരണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ സഹകരണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുപ്രീം കോടതി ഈ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. അത് തീർച്ചയായും ഇപ്പോൾ RBI കൊടുക്കുന്ന ആ മുന്നറിയിപ്പുകൾക്ക് ആ സുപ്രീം കോടതി വിധിയെ കാറ്റിൽ പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അന്തസ്സത്തയെ മാനിക്കാതെയുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ RBI നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് നമ്മുടെ രാജ്യത്തെ നീതിപീഠത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ, ആ നിയമവ്യവസ്ഥയെ, നമ്മുടെ ഭരണഘടനയെ, ആ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ തത്വങ്ങളെ ഒക്കെ ബലികഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള രാജേഷ്, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ആ രീതിയിലുള്ള ഒരു വ്യതിചലനം ഈ നിർദ്ദേശങ്ങളിലൂടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. എനിക്ക് 8 മണിക്ക് മുമ്പ് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെടുന്നത്. തിരിച്ചെത്താം പെട്ടെന്ന് തന്നെ. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ കൈലാസ് മണി, ഇത് കേരളത്തെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ഒരു നിർദ്ദേശമല്ല. ഇപ്പോൾ BJPയും സഹകാർ ഭാരതിയും ഒക്കെ നിർണായകമായ ചുമതല വഹിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലെ സഹകരണ മേഖലയ്ക്ക് കൂടി ഈ നിർദ്ദേശം ബാധകമാണ് എന്നിരിക്കെ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെയൊരു എതിർപ്പ്? ഒപ്പം ഇത് സംസ്ഥാന സർക്കാർ മാത്രം നിർവഹിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് പറയുന്നു. RBIക്ക് ഇതിൽ ഇടപെടാനാകുമോ? ഇപ്പോൾ കേരളത്തിലൊക്കെ സഹകരണ സ്ഥാപനങ്ങളിൽ ഇപ്രകാരം വലിയ വലിയ തട്ടിപ്പുകൾ നടന്നു, അതൊക്കെ വാർത്തയായി പുറത്തു വന്നു, അതിലൊക്കെ നടപടികൾ സ്വീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാമുള്ള നിക്ഷേപകരുടെ സുരക്ഷ അതൊരു പ്രധാന വിഷയമല്ലേ? അത്തരം കാര്യങ്ങളിൽ RBIക്ക് ഇടപെടാനാകുമോ? ശ്രീ സുബീഷ്, ഞാൻ ആദ്യമേ പറയട്ടെ, ഈ ചാറിപ്പോയത് യഥാർത്ഥത്തില് ഇന്ന് നമ്മൾ ചർച്ചയില് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള വിഷയത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ള വിഷയം RBI നൽകിയതായിട്ടുള്ള ഈ ഗൈഡ് ലൈൻസ് അത് നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് എങ്ങനെ ബാധിക്കും, അതിന് ഗവൺമെന്റ് ഇപ്പോൾ എടുത്തതായിട്ടുള്ള നിലപാടുകൾ അത് ശരിയായ നിലപാടുകളാണോ, അതാണോ സ്വീകരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതായ എന്റെ അഭിപ്രായം. നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്, അത് നിഷേധിക്കാൻ കഴിയില്ല. കേരളത്തിന്റെ വികസനത്തില് ഒരു നല്ല പങ്ക് വഹിച്ചിട്ടുള്ള ഒരു മേഖലയാണ് സഹകരണ മേഖല. ആ സഹകരണ മേഖല ഒരിക്കലും നശിക്കാൻ പാടില്ല. കാരണം പാവപ്പെട്ടവന് ഇന്നും വളരെ നല്ല രീതിയിലുള്ള സഹായം കിട്ടിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാന വർഗത്തിനെ സഹായിക്കുന്ന ഒരു മേഖലയാണ് ഈ സഹകരണ സ്ഥാപനങ്ങൾ. അപ്പൊ അതില് ഉപയോഗിക്കുന്നതായിട്ടുള്ള വാക്കുകൾ ഇപ്പൊ ബാങ്ക് എന്ന് ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രത്യേകതയാണ്. ഈ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ, സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ, അതായത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത് പാക്സ് എന്ന പേരിലാണ് അറിയപ്പെടുക. പ്രൈമറി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത് മിക്കവാറും സംസ്ഥാനങ്ങളിലൊക്കെ.
കേരളത്തിൽ അത് പണ്ട് മുതൽക്ക് തന്നെ ഉപയോഗിച്ച് വരുന്നതായിട്ടുള്ള ഒരു വാക്കാണ് ബാങ്ക് എന്നുള്ളത്. രണ്ടാമത് ഇതില് പലപ്പോഴും 1988 മുതൽക്ക് തന്നെ റിസർവ് ബാങ്കിന്റെ സർക്കുലർ കേരളത്തിൽ പാലിക്കുന്നുണ്ട്. പക്ഷെ അന്ന് പാലിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പർമാർക്ക് ഈ ലോണ് കൊടുക്കരുത്, മെമ്പർമാര് ഡെപ്പോസിറ്റ് ചെയ്യരുത്, മെമ്പർമാർക്ക് മാത്രമേ ഡെപ്പോസിറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് അസോസിയേറ്റ് മെമ്പർ എന്നുള്ള രീതിയിൽ നോമിനൽ മെമ്പർഷിപ്പ് എന്നുള്ള പേരിൽ ബാങ്കുകൾ ഇതേപോലെയുള്ള സൊസൈറ്റികൾ മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് അവർ ഇത് ഡെപ്പോസിറ്റ് സ്വീകരിക്കും. അതിവിടെ തുടർന്ന് വന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഇതിന് ഈ റിസർവ് ബാങ്കിന്റെ ഈ സർക്കുലർ വന്നത് ഇല്ലെങ്കിൽ 2022 ഒന്നുകൂടി അത് പുറപ്പെടുവിച്ചതായിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ മൂലം കേരളത്തിൽ അങ്ങനെ ബേജാറാകേണ്ട കാര്യമൊന്നുമില്ല. മറിച്ച് കേരളത്തിൽ ബേജാറാകേണ്ട നിരവധി വിഷയങ്ങൾ ഇന്ന് സഹകരണ മേഖലയെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ സമഗ്രമായ വികസനത്തിന്, സുസ്ഥിരമായ വികസനത്തിന്, അടിസ്ഥാന വർഗത്തിൻ്റെതായിട്ടുള്ള സാമ്പത്തിക അവകാശങ്ങൾ നിറവേറ്റുന്നതിന് ഇന്ന് സഹകരണ മേഖല അത്യാവശ്യമാണ്. പക്ഷേ സഹകരണ മേഖലയിൽ അത്തരം ആൾക്കാരിൽ ഒരുപാട് അധികം ധാരാളം ആൾക്കാർ ഇന്നും പുറത്തു നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിവിടുത്തെ കേരളത്തിലുള്ള സഹകരണ സംഘങ്ങളിൽ. സഹകരണ സംഘങ്ങളുടെ ആക്ട് ICA നിർദ്ദേശിക്കുന്നതായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ, സഹകരണ തത്വങ്ങൾ ഒരു തരിമ്പ് പോലും പാലിക്കാത്ത നിരവധി സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മെമ്പർഷിപ്പ് ആവശ്യപ്പെട്ട് ഒരാൾ ലോണിന് വേണ്ടിയിട്ട് മെമ്പർഷിപ്പ് ആവശ്യം പോകുമ്പോൾ ICA പറയുന്നത്, ഇന്ത്യൻ സഹകരണ നിയമങ്ങൾ പറയുന്നത് ഓപ്പൺ ആൻഡ് വളണ്ടറി മെമ്പർഷിപ്പ് എന്നാണ്. ഏത് സഹകരണ സംഘത്തിലാണ് ഓപ്പൺ ആൻഡ് വളണ്ടറി മെമ്പർഷിപ്പ് എന്നുള്ളത് പാലിക്കുന്നത്? മാത്രമല്ല, വായ്പയുടെ ആവശ്യത്തിന് വേണ്ടി പോകുന്ന ഡെപ്പോസിറ്റ് അവിടെ ഇരിക്കട്ടെ. ഡെപ്പോസിറ്റ് നമ്മൾ കാലാകാലങ്ങളായിട്ട് ഇനി മെമ്പർമാരെന്ന് മാത്രം ഡെപ്പോസിറ്റ് വാങ്ങിക്കുന്നു എന്നുള്ളതൊക്കെ ഇരിക്കും. നമ്മൾ വായ്പയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് വായ്പ കൊടുക്കുന്നത് മെമ്പർമാർക്ക് മാത്രമേ വായ്പ കൊടുക്കുന്നുള്ളൂ. അത് കാലാകാലങ്ങളായിട്ട് സഹകരണ ആക്ട് വന്നപ്പോൾ തൊട്ടുള്ളതിനാണ്. പക്ഷെ ഈ മെമ്പർമാരാക്കുന്നത് ആരാണ്? ഭരണസമിതിയാണ്. ഈ ഭരണസമിതിയിൽ മെമ്പറായി മാറണം എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക പല മാനദണ്ഡങ്ങളും പാലിക്കേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലുള്ളത്. ഇത് സഹകരണം ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വലിയ അർത്ഥമുണ്ട്, വലിയൊരു മേഖലയുണ്ട്, അല്ലെങ്കിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. അത് നമുക്ക് പാലിക്കാൻ പറ്റാതെ വരുന്നത് കേരളത്തിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. കേരളത്തിലും തമിഴ്നാടും അതേപോലെയുള്ള ചില സംസ്ഥാനങ്ങളിലാണ് അത് കണ്ടുവരുന്നത്. അത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിലെ ഒരു മന്ത്രി ഒരു തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ വാക്കുകൾ നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കണം. അവിടെ പറഞ്ഞത്, അദ്ദേഹം നിങ്ങള് ഒരു പൊതുയോഗത്തിൽ പറയാണ്, ഒരു പാർട്ടി വർക്കേഴ്സിന്റെ മീറ്റിംഗിൽ പറയാണ്, ടിക്കറ്റ് കിട്ടാത്തവർ ആരും വിഷമിക്കേണ്ട കാര്യമില്ല, അടുത്ത സഹകരണ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ സഹകരണ സംഘങ്ങളൊക്കെ പിരിച്ചുവിടാൻ പോവുകയാണ്. ആ സഹകരണ സംഘങ്ങളിലെ എല്ലാവരെയും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാത്തവർക്ക് അവസരം ഉണ്ടാക്കും എന്ന് പറയുന്നതിലൂടെ ഇതേപോലെയുള്ള സമാനമായ രീതി തന്നെയാണ് കേരള രാഷ്ട്രീയമായ നിലപാടുകൾ പാലിക്കുന്നതിനും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനുമുള്ള ഒരു മേഖലയായിട്ട് സഹകരണ മേഖല നടത്തുന്നില്ല. അല്ല, അതിലൊക്കെ ശ്രീ കൈലാസ് പണി ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നത് പോലെ അംഗത്വം ആർക്കൊക്കെ നൽകണം, പിന്നെ വായ്പ ആർക്കൊക്കെ നൽകണം എന്നീ കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയവൽക്കരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അതാണ് യാഥാർത്ഥ്യം എന്നുണ്ടെങ്കിൽ, അതിനെ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ഉതകുന്ന എന്ത് നിർദ്ദേശമാണ് RBI മുന്നോട്ട് വയ്ക്കുന്നത്? RBI മുന്നോട്ട് വെക്കേണ്ട കാര്യമില്ല. ഇത് ചെയ്യേണ്ടത് ഇവിടുത്തെ സഹകരണ സംഘങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ സഹകാരികളും അതേപോലെ സഹകരണ സംഘങ്ങളാണ്. അതാണ് കേരളത്തിൽ ഇന്ന് ഭൂരിപക്ഷം സഹകരണ സംഘങ്ങളുള്ളത് ഇടതുപക്ഷ പാർട്ടികൾക്കാണ്. ഈ ഇടതുപക്ഷ പാർട്ടികൾക്കുള്ള ഈ ഭരിക്കുന്നതായിട്ടുള്ള സഹകരണ സംഘങ്ങളിൽ ഒരു മെമ്പർഷിപ്പിന് വേണ്ടി നിങ്ങളൊന്ന് അപ്പോൾ സുബീഷ് ഒന്ന് നാളെ പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് നോക്കൂ ഏതെങ്കിലും ഒരു സഹകരണ സംഘത്തില്. എന്താണ് പറയാ, സഹകരണ സംഘങ്ങളിലെ മെമ്പർമാരാക്കുന്നത് തൊട്ട് അവിടുത്തെ ജീവനക്കാരെ നിയമിക്കുന്നത്, അവിടുത്തെ ലോൺ കൊടുക്കുന്നത്, ഇങ്ങനെ എല്ലാ മേഖലകളിലും സമഗ്രമായിട്ടുള്ള അഴിമതി നടക്കുന്നതായിട്ടുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. ഇത് താരതമ്യേന മറ്റു സംസ്ഥാനങ്ങൾ കുറവാണ്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും, മറ്റു സംസ്ഥാനങ്ങളിൽ താരതമ്യേന കുറവാണ്. അവിടെ ഇല്ല, പൂർണ്ണമായി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കേരളത്തില് അതാണ് ആദ്യമായിട്ട് മാറേണ്ടത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീ കൈലാസ് പണി, അപ്പോഴും ഉള്ള സംശയം, കേരളം എന്തിന് ഈ എതിർപ്പുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇപ്പോൾ സംരക്ഷണ സമിതിയൊക്കെ രൂപീകരിച്ചിരിക്കുന്നു, സുപ്രീം കോടതിയിൽ പോയേക്കാം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അത് ആവശ്യമാണെങ്കിൽ, ഇപ്പോൾ ഇത്തരം ക്രമക്കേടുകൾ കാണിക്കുക, അതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ എതിർപ്പുമായി മുന്നോട്ട് പോകാം.
ഇതിന് പരിഹാരം നിർദ്ദേശിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ, നിലവിലുള്ള ഒരു സ്റ്റാറ്റസ് കോ അത് തുടരുമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ എതിർപ്പിൻ്റെ ആവശ്യമില്ലല്ലോ. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എം എം മോനായി, മറിച്ച് പറഞ്ഞോളൂ. കോപ്പറേറ്റീവ് മിനിസ്ട്രി വന്ന സഹകരണ മേഖലയ്ക്ക് ഒരു പ്രത്യേക മിനിസ്ട്രി ഇല്ലാത്ത ഈ രാജ്യത്ത് ഒരു മിനിസ്ട്രി രൂപീകരിച്ചു കൊണ്ടുവന്നപ്പോഴും അന്നും ഇടതുപക്ഷം എതിർത്തു. ഒരു കാര്യമില്ല. ഇന്നിപ്പോ ഈ റിസർവ് ബാങ്കിന്റെ ഈ പരാമർശത്തിലൂടെ ചില കാര്യങ്ങൾ വ്യക്തമാകുന്നത് നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖലയെ ബാധിക്കാവുന്ന ചില വിഷയങ്ങളുണ്ട്. അതിൽ പറയുന്നത് ബാങ്ക് എന്ന് ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ മെമ്പർമാർക്കല്ലാത്തവരെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ ചെറിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അതിനേക്കാളും കൂടുതൽ ബാധിക്കുന്നതാണ് കരുവന്നൂർ, AR ബാങ്ക് ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ അഴിമതിയിലൂടെ സഹകരണ മേഖലയെ തകർക്കുന്ന നിലപാടുമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികൾ, CPM ഭരിക്കുന്നതായിട്ടുള്ള സഹകരണ സംഘങ്ങളിൽ അഴിമതിയാണ്, സർവത്ര അഴിമതിയാണ്. ഞാൻ പാലക്കാട് ജില്ലക്കാരനാണ്. പാലക്കാട് ജില്ലയിൽ തന്നെ കണ്ണമ്പറ പോലെയുള്ളതായിട്ടുള്ള കണ്ണമ്പറയിൽ ഒരു സഹകരണ സംഘത്തിന്റെ അഴിമതി വളരെ വ്യാപകമായിട്ട് വിളിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഇതേപോലെ എല്ലാ സഹകരണ മേഖല മുഴുവൻ വ്യാപകമായ രീതിയിലേക്ക് അഴിമതി നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നും, ഒരു സാഹചര്യത്തിൽ നിന്നും അതിനെ നേരായ വഴിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സഹകരണമാർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ സഹകരണ മേഖലയെ അടിച്ചാക്ഷേപിക്കാൻ നമ്മൾ വേറല്ല. കേരളം സഹകരണ മേഖലയിൽ വളരെ മുന്നോട്ട് വന്നതായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്, യാതൊരു സംശയവുമില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എം എം മോനായി, അങ്ങനെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ സഹകരണ മേഖലയെ അപ്പാടെ തകർത്ത് കളയാം എന്ന ഒരു തെറ്റായ ചിന്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യം RBIക്കില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനുമില്ല. ഇപ്പോൾ പ്രധാനമന്ത്രി പോലും പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളത് സഹകരണ മേഖലയെ എങ്ങനെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് ഉതകുന്ന രീതിയിൽ മാറ്റാം എന്നാണ്. അപ്പോൾ കേരളത്തിൽ ഈ രീതിയിൽ സ്വരൂപിക്കപ്പെടുന്ന നിക്ഷേപം കേരളത്തിൻ്റെ വികസനത്തിന് എങ്ങനെ ഉപയോഗിക്കാം എന്ന രീതിയിലുള്ള ചിന്തകൾ ആകാം. ഇപ്പോൾ കരുവന്നൂരിലേതുപോലുള്ള സംസ്ഥാനത്ത് പലയിടത്തും സഹകരണ സ്ഥാപനങ്ങളിൽ ഉണ്ടായ തട്ടിപ്പുകൾ അത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഇതുതകുമെങ്കിൽ നിക്ഷേപങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെങ്കിൽ അതിനെ എതിർക്കേണ്ടതുണ്ടോ? ഇതിൽ ഒരു ചർച്ചയാകാം. അതല്ലാതെ എതിർപ്പുമായി എന്ത് വില കൊടുത്തും എതിർക്കും അങ്ങനെ ഒരു സമീപനമാണോ ഇക്കാര്യത്തിൽ കേരളം പോലുള്ള ഒരു സംസ്ഥാനം സ്വീകരിക്കേണ്ടത്? മാത്രമല്ല, കേരളത്തിൽ മാത്രം ഇങ്ങനെ എന്തുകൊണ്ട് എതിർപ്പ് ഉയരുന്നു എന്ന ചോദ്യം കൂടിയില്ലേ? രാജ്യത്തിന് ആകെ ബാധകമാകുന്ന നിർദ്ദേശങ്ങളാണ് എങ്കിൽ എന്തുകൊണ്ട് ഇവിടെ മാത്രം എതിർപ്പ് എന്ന ചോദ്യം കൂടി ഉയരുന്നില്ലേ? ശ്രീമോനായി, എല്ലാത്തിനെ സാമാന്യവൽക്കരിച്ചിട്ട് കാര്യമില്ല. തട്ടിപ്പ് വേറെ, ഇവിടെ ഉയരുന്ന പ്രശ്നങ്ങൾ വേറെ. പിന്നെ ഒരു ചോദ്യം ഇവിടെ നേരത്തെ പറഞ്ഞു, സഹകരണ മേഖലയിലാകെ, കേരളത്തിലെ സഹകരണ മേഖലയിലാകെ കള്ളപ്പണമാണ് എന്ന് പറയുമ്പോൾ BJP ഭരിക്കുന്ന കുറച്ചെങ്കിലും സംഘങ്ങൾ എനിക്കറിയാം, നന്നായിട്ട് പ്രവർത്തിക്കുന്നവയാണ്. അവയൊക്കെ കള്ളപ്പണമാണോ? കള്ളപ്പണം എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത പണമാണ്. സഹകരണ സംഘങ്ങളുടെ ഓഡിറ്റ് വർഷം തോറും ഇവിടെ പ്രസിദ്ധീകരിക്കുന്നതല്ലേ. എന്റെ സുഹൃത്ത് അങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പറയുന്നത് ശരിയല്ല. കേരളത്തിലെ സഹകരണ മേഖല 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് കേരളത്തിലെ സഹകരണ മേഖലയിലുള്ളത്. ആ 1.5 ലക്ഷം കോടി രൂപയും കണക്കില്ലാത്ത പണമാണോ? അങ്ങനെ നമ്മള് ഒരു മേഖലയെ അടച്ചാക്ഷേപിക്കരുത്. അത് ഈ കേരളത്തിലെ വർഷങ്ങളായിട്ട് വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനത്തെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. 2, റിസർവ് ബാങ്കിന് രാഷ്ട്രീയം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ പല ഏജൻസികളും ആരാണ് ഇപ്പൊ നിയന്ത്രിക്കുന്നത്? ഇപ്പൊ നോട്ട് നിരോധനത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമല്ല നോട്ട് നിരോധനം വന്നത്, റിസർവ് ബാങ്കായിട്ട് ആലോചിച്ചില്ലെന്നാണല്ലോ അന്നത്തെ ഗവർണർ രാമൻ പറഞ്ഞ അദ്ദേഹത്തിന് പിന്നീട് അദ്ദേഹം അവിടുന്ന് പോയത്. അപ്പോ ഇന്ത്യയിലെ സാഹചര്യം, ഇവിടെയുള്ള പ്രശ്നം ഇത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ 10-100 വർഷമായിട്ട് ബാങ്ക് എന്നുള്ള പേര് പ്രവർത്തിച്ചിട്ട് ഒരു പ്രശ്നമില്ലാതിരിക്കുന്ന ഈ മേഖല എന്തിനാണ് ഇപ്പൊ പ്രശ്നത്തിലേക്ക് പോകുന്നത്? ഇനി തട്ടിപ്പെന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ ഇവിടെ കൊച്ചിൻ ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്ക് ഉണ്ടായിരുന്നു, റിസർവ് ബാങ്കിന്റെ കീഴിലായിരുന്നില്ലേ? പാലാ സെൻട്രൽ ബാങ്ക് ഉണ്ടായിരുന്നു. കേരളത്തെ ഇന്ത്യയിലെ ബാങ്കിങ് പഠിപ്പിച്ച ബാങ്ക് എന്ന് പറയുന്നത് നെടുങ്ങാടി ബാങ്ക് എന്ന് പറഞ്ഞിരുന്നു. ആ ബാങ്കുകളൊക്കെ ഇവിടെ അല്ല സഹകരണ ബാങ്കുകളാണോ? അപ്പൊ കമേഴ്സ്യൽ ബാങ്കിലെ കുറെ ബാങ്കുകൾ തകർന്നതുകൊണ്ട് ബാങ്കിങ് മേഖല ആകെ തകർച്ചയാണെന്ന് പറയാൻ പറ്റുമോ? അത് ശരിയല്ല. ഇപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കുറെ ഇടയ്ക്ക് തട്ടിപ്പുണ്ടായി, അതുകൊണ്ട് സ്റ്റോക്ക് വ്യാപാരം മുഴുവൻ തട്ടിപ്പാണെന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മുടെ ശരിയായ രീതിയിലുള്ള ഒരു വിവേചിച്ച അറിവിൽ വെച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ വിഷയം എന്താണ്?
ഇവിടെ കഴിഞ്ഞ 100 വർഷത്തിലേറെയായി ഇപ്പൊ നോമിനൽ അംഗങ്ങള് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തല്ല. ഇപ്പൊ ചിട്ടിയുണ്ട്, സംഘത്തിൽ ചിട്ടിയുണ്ട്. അപ്പൊ ചിട്ടി ചേരുമ്പോ പല വിധത്തിലുള്ള ആളുകള്, ടീച്ചർമാര്, അവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, അവർക്ക് എ ക്ലാസ് മെമ്പർഷിപ്പ് കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ വന്നതാണ് നോമിനൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വർണം പണയം വെക്കുന്നു. അപ്പൊ സംഘത്തിന്റെ നിയമം അനുസരിച്ച് മെമ്പർമാർക്ക് അല്ലാത്തവർക്ക് കൊടുക്കാത്തത് കൊണ്ട് അങ്ങനെ വന്നതാണ് നോമിനൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ നിക്ഷേപം മേടിക്കാൻ വേണ്ടി മാത്രം വന്നതല്ല. സ്വർണ്ണപ്പണയം വെക്കണം, ആ സംഘത്തിന്റെ ബിസിനസ് വർദ്ധിക്കുന്നു, ആ ബിസിനസ് വർദ്ധിക്കുമ്പോൾ സ്വർണ്ണപ്പണയം വേണം. ആ സ്വർണ്ണപ്പണയത്തിന്റെ ഭാഗമായിട്ട് അതുകൊണ്ടാണ് ഇപ്പൊ കാനറ ബാങ്കിൽ കൊണ്ട് അല്ലെങ്കിൽ ഒരു നാഷണലൈസ് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കണമെങ്കിൽ ആ ബാങ്കിന്റെ ഷെയർ ഹോൾഡർ ആകണമെന്നില്ല. പക്ഷെ ഒരു സഹകരണ സംഘത്തിൽ നിക്ഷേപിക്കുന്നത് ആ ഷെയർ ഹോൾഡറിൽ നിന്ന് നിക്ഷേപിക്കാൻ പാടുള്ളൂ, അത്രേ പാടുള്ളൂ. അതുകൊണ്ട് അതിൽ ആ സംഘത്തിൽ വായ്പ എടുക്കുന്നവരുണ്ട്. ഇപ്പൊ ജാമ്യം നിൽക്കേണ്ടി വരുന്നുണ്ട്. ഒരു സംഘത്തിൽ നിന്ന് വായ്പ എടുക്കുന്നു, ജാമ്യം നിൽക്കേണ്ടി വരും. അപ്പൊ ജാമ്യക്കാർക്ക് ഒരു പക്ഷേ അവിടുത്തെ എ ക്ലാസ് മെമ്പർ ആകാൻ സാധ്യതമല്ല. അപ്പൊ അയാൾ നോമിനൽ മെമ്പർ ആവും. അങ്ങനെയാണ് വാസ്തവത്തിൽ നോമിനൽ മെമ്പർഷിപ്പ് ഈ സഹകരണ സംഘത്തിന്റെ നിയമാവലിയിൽ പിന്നീട് വന്നത്. അപ്പൊ നമ്മൾ ഈ ചരിത്രം നമ്മൾ പരിശോധിക്കും. അപ്പൊ നമ്മളിവിടെ എന്താണ് എല്ലാത്തിനും. അപ്പൊ ഇവിടെ മനസ്സിലാകാത്തൊരു കാര്യം, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് മനസ്സിലാവും. ബാങ്ക് എന്ന് നാളെ നിങ്ങളൊരു പേരെഴുതിക്കൊണ്ട് നിങ്ങളുടെ അവിടെ ആരെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിക്കും. അത് BJP ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, CPM ആകട്ടെ, ഏത് പാർട്ടി ആകട്ടെ, ബാങ്ക് എന്ന് പറഞ്ഞൊരു പേരെഴുതിയിട്ട് അവിടെ കൊണ്ട് ആരെങ്കിലും നിക്ഷേപിക്കും? ഇല്ല, നിക്ഷേപിക്കില്ല. അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കണമെങ്കിൽ ആ പ്രവർത്തനത്തിലുള്ള വിശ്വാസ്യത ഉണ്ടാകണം. ആ വിശ്വാസ്യത തകർക്കുന്ന ചില പ്രശ്നങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ ആരും എതിർക്കുന്നില്ല, നടപടികൾ എടുക്കണം. അത് ആരും ഭരിക്കുന്നൊന്നുമല്ല. അതിനെ നമ്മളിപ്പോ രാഷ്ട്രീയവൽക്കരിക്കും. ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തു, ഞാനൊരു രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ തെറ്റോടെ? അങ്ങനെയല്ലല്ലോ വേണ്ടത്. ശരി, ഞാൻ ഈ മേഖലയെ സഹകരണ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താൻ ഉതകുന്നതല്ല RBIയുടെ നിർദ്ദേശം. എന്താണ് RBI അല്ലെങ്കിൽ പറയുന്നത്? എന്താണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്? ഇപ്പൊ ഡോക്ടർ കുര്യന്റെ ജന്മശതാബ്ദിയായി ബന്ധപ്പെട്ട ഒട്ടനവധി ലേഖനങ്ങൾ വന്നു. എന്താ ഇന്ത്യയിലെ കൃഷിക്കാരുടെ സ്ഥിതി? എന്താ ഇന്ത്യയിലെ കൃഷിക്കാർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലെ ഒരു സഹകരണ പ്രസ്ഥാനം, നമ്മുടെ അമുൽ പോലൊരു പ്രസ്ഥാനത്തെ ശക്തിപ്പെട്ടു വരാത്തത്? ഇന്ത്യയിലെ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇല്ല. കേരളത്തിലെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു പാവപ്പെട്ട ഒരു മത്സ്യത്തൊഴിലാളി, ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ സഹകരണ വാരാഘോഷിക്കുന്നത്. ബൈ ഔട്ട്ലുക്ക് ഓഫ് കോപ്പറേറ്റീവ് ഇസ് ടു കൺവേഴ്സ് ഇന്ത്യ വിത്ത് ദ സ്പിരിറ്റ് ഓഫ് കോപ്പറേഷൻ ആണ് അദ്ദേഹം പറഞ്ഞു. ഇവിടത്തെ ചെരുപ്പില്ലാതെ ചെളിയണിഞ്ഞ പാദങ്ങളുമായ ഒരു കൃഷിക്കാരന് അവന്റെ സ്വന്തം സ്ഥാപനം എന്ന നിലയിൽ കയറി ചെല്ലാവുന്നതാണ് ഇന്ത്യയിലെ സഹകരണ സംഘങ്ങൾ. എത്ര ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ ഈ മത്സ്യം ചുമക്കുന്ന കൊട്ടകളുമായി അല്ലെങ്കിൽ ചെളിയണിഞ്ഞ പാദങ്ങളുമായിട്ട് കൃഷിക്കാർക്ക് എത്ര നമ്മുടെ ന്യൂ ജനറേഷൻ ബാങ്കിൽ പ്രവേശനം കിട്ടും? ആ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഈ കേരളത്തിൽ നടപ്പിലാക്കിയത് കേരളത്തിന്റെ എന്തുകൊണ്ട് എതിർക്കുന്നു കഴിഞ്ഞാൽ, ഇപ്പൊ മഹാരാഷ്ട്രയിൽ കുറെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്, ശക്തിയാണ്. പക്ഷെ കേരളത്തിലെ പോലെ സർവ്വവ്യാപിയായ പാക്സ് എന്ന് വിശേഷിക്കപ്പെടുന്ന, നേരത്തെ കൈലാസ് മണി പറഞ്ഞ പോലെ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുന്ന, സർവീസ് സഹകരണ ബാങ്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, ഫാർമേഴ്സ് ബാങ്ക് എന്ന് പറയുന്ന, റൂറൽ ബാങ്ക് എന്ന് പറയുന്ന 1675 സംഘം എന്ന് പറയുമ്പോൾ കേരളത്തിലെ പഞ്ചായത്തിനേക്കാൾ അധികമാണത്. ആ പഞ്ചായത്തിനേക്കാൾ അധികമായി പ്രവർത്തിക്കുന്ന കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിലെ ഏറ്റവും സജീവമായ ഒരു സാന്നിധ്യമാണ്. ഞാൻ ചോദിക്കുന്നു, കേരളത്തിന്റെ പഞ്ചായത്തിലെ ആര് ഭരിക്കട്ടെ, ഇപ്പൊ BJP ഭരിക്കുന്ന സംഘങ്ങളെ കുറിച്ച് എനിക്കറിയാം. അവിടുത്തെ 99% പ്രായപൂർത്തിയെത്ത ആളുകളും ആ സംഘത്തെയാണ് ആശ്രയിക്കുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ശ്രീ MM മോനായി, ഒരു പ്രദേശത്തെ മുഴുവൻ വിശ്വാസ്യതയും ഒരു സഹകരണ സംഘം ആർജിച്ചിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിയോ സംഘം എന്ന പേരിലോ അവയ്ക്ക് തുടർന്നും പ്രവർത്തിക്കാമല്ലോ. ബാങ്ക് എന്ന് ബോർഡ് വെക്കാത്തത് കൊണ്ട് മാത്രം ആ വിശ്വാസ്യതയ്ക്ക് ഒരു വലിയ തിരിച്ചടി ഉണ്ടാകുന്നില്ലല്ലോ. അല്ല, അത് ഒറ്റ പ്രശ്നമുള്ളൂ. ഞാൻ പറയുന്നത് അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അതായത് വർഷങ്ങളായിട്ട് നിങ്ങൾ ഒരു ഇതില് പ്രവർത്തിക്കും. ഇപ്പൊ നിങ്ങളുടെ പേര് ഇന്ന ഒരു പേരിൽ പ്രവർത്തിക്കുന്നു, നിങ്ങളുടെ ആ പേര് മാറ്റി നിങ്ങൾ പേരിലേക്ക് പോകുമ്പോൾ നമുക്കത് പരിചയപ്പെടുത്തുന്ന, അതിനാണ് ഞാൻ പറഞ്ഞത് റിസർവ് ബാങ്ക് ചെയ്യേണ്ടിയിരുന്നത് സംസ്ഥാന ഗവൺമെന്റുമായിട്ട് ചർച്ച ചെയ്ത് ആ പ്രശ്നങ്ങൾ, ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുണ്ട്, അത് ചർച്ച ചെയ്ത് ആ രീതിയിൽ സംസ്ഥാന ഗവൺമെന്റിനുമായി ചർച്ച ചെയ്ത് ഈ മേഖലയുമായിട്ട് ചർച്ച ചെയ്ത് അതിനാവശ്യമായൊരു സമയം കൊടുക്കണമായിരുന്നു. ഇപ്പൊ ഞാൻ എന്റെ വ്യക്തിയുടെ ഇപ്പൊ ബാങ്ക് എന്നുള്ള പേര് മാറ്റിക്കൊണ്ട് ഒന്നും സഹകരണ മേഖലയ്ക്ക് ഒന്നും സംഭവിക്കുന്നത് ഇപ്പോഴും തന്നെ ചെക്ക് ഒരു സംഘവും ചെക്ക് ഉപയോഗിക്കുന്നില്ല.
ഇപ്പൊ ഏതെങ്കിലും സർവീസ് സഹകരണ ബാങ്കിന്റെ ചെക്ക് എനിക്ക് നിക്ഷേപം ഉണ്ടെങ്കിൽ ആ ചെക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് വേറൊരു ബാങ്കിൽ കൊണ്ട് കൊടുക്കാൻ പറ്റും? ഇല്ല, ഒരു വിഡ്രോവൽ സ്ലിപ്പായിട്ട് അത് ഉപയോഗിക്കുന്നുള്ളൂ. ഏതെങ്കിലും സഹകരണ സംഘം ഡ്രാഫ്റ്റ് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ ബാങ്ക് എന്നുള്ള പറയുന്ന ഒരു വർഷങ്ങളായിട്ട് ആ പേര് പതിഞ്ഞ് ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ നിക്ഷേപിച്ച് വിശ്വാസം ആർജിച്ചു വരുന്നത് ഒരു മാറ്റം വേണമായിരുന്നെങ്കിൽ യെസ് അപ്രകാരമുള്ള സംവാദങ്ങളിലൂടെയാണോ ഈ സഹകരണം ഉറപ്പാക്കേണ്ടിയിരുന്നത്? നമുക്ക് ചർച്ചയിലേക്ക് വരാം. ഇടവേളയ്ക്ക് ശേഷം.